നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം 25-ന്. തിരുത്തിയ UAE വിസ 2 ദിവസത്തിനകം. വിസ ആവശ്യമുള്ള വ്യക്തി UAEയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. 6 മണിക്കൂറിൽ കൂടുതൽ വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് 750 റിയാൽ വരെ നഷ്ടപരിഹാരം. പൊതുജന സേവന നിലവാരം ഉയർത്താൻ ഷുവർ ഫോറം. ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച കൾച്ചറൽ ഫോറം. ഹ്രസ്വചിത്ര പ്രദർശനവും പെയിന്റിംഗ് എക്സിബിഷനും. തിരുജയന്തി ഉത്സവം ബ്രോഷർ പുറത്തിറക്കി. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം 25-ന്. കുവാത്ത് അബ്ബാസിയയിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ വിഷപ്പുക ശ്വസിച്ച് മരിച്ച തലവടി സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. തലവടി നീരേറ്റുപുറം മുളയ്ക്കൽ മാത്യൂസ് വർഗീസ് മുളയ്ക്കൽ, ഭാര്യ ലിനി ഏലിയാമ്മ, മക്കളായ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഐറിൻ റേച്ചൽ മാത്യൂസ്, 4ാം ക്ലാസ് വിദ്യാർത്ഥി ഐസക് മാത്യൂസ് മുളയ്ക്കൽ എന്നിവരുടെ മൃതദേഹങ്ങളാണ് എത്തിച്ചത്. കുവൈത്തിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായ് വഴിയാണ് ഇന്നലെ രാവിലെ 9-ന് മൃതദേഹങ്ങൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിച്ചത്. ബന്ധുക്കളായ സിബി, മാത്യു, ഗ്ലാഡ്ജി, അലക്സ് എന്നിവർ ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. വിമാനത്താവളത്തിൽ വൈദികരുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയ ശേഷം 4 ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് മോർച്ചറിയിലേക്ക് മാറ്റി. മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് മുൻപായി പൊതുദർശനം നടത്തി. വ്യാഴാഴ്ച പുലർച്ചെ 5:30-ന് വിലാപയാത്രയായി വീട്ടിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ 11:30 വരെ പൊതുദർശനത്തിനായി വെക്കും. തുടർന്ന് ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2-ന് തലവടി പടിഞ്ഞാറേക്കര മാർത്തോമ പള്ളിയിൽ തയ്യാറാക്കിയിട്ടുള്ള കല്ലറയിൽ അടക്കം ചെയ്യും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. തിരുത്തിയ UAE വിസ 2 ദിവസത്തിനകം. വിസ ആവശ്യമുള്ള വ്യക്തി UAEയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. ദുബായ് വിസയിലെ വിവരങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ നടത്തണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. 60 ദിവസത്തിനു ശേഷമുള്ള തിരുത്തൽ അപേക്ഷകൾ സ്വീകരിക്കില്ല. തിരുത്തലുകൾ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ നൽകിയാൽ 2 ദിവസത്തിനകം തിരുത്തലുകളോടുകൂടിയ പുതിയ വിസ ലഭിക്കും. വിസയിൽ പേര്, തൊഴിൽ, സ്പോൺസർ, വിലാസം തുടങ്ങി വ്യക്തിഗത വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ തിരുത്താനായി വീണ്ടും അപേക്ഷിക്കാം. നൽകുന്ന രേഖകൾ കൃത്യമാണെങ്കിൽ 2 ദിവസത്തിനകം പുതിയ വിസ ലഭിക്കും. ഈ നടപടികൾ പൂർത്തിയാക്കാൻ വിസ ആവശ്യമുള്ള വ്യക്തി UAEയിൽ ഉണ്ടായിരിക്കണമെന്ന നിർബന്ധമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. വിസയുടെ അസൽ കോപ്പി, പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവയാണ് തിരുത്തലിനാവശ്യമായ രേഖകൾ. വിസയുടെ ഇഷ്യൂ തീയതി പരിശോധിച്ച് 60 ദിവസം കഴിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാക്കിയാകണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. 200 ദിർഹമാണ് സേവനത്തിന്റെ നിരക്ക്. ഇതിൽ 100 ദിർഹം സ്മാർട്ട് സേവനത്തിനും 50 ദിർഹം അപേക്ഷാ ഫീസും 50 ദിർഹം അതോറിറ്റിയുടെ സർവീസിനുമുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. 6 മണിക്കൂറിൽ കൂടുതൽ വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് 750 റിയാൽ വരെ നഷ്ടപരിഹാരം. റിയാദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കമ്പ്യൂട്ടർ ശൃംഖലയുടെ തകരാറിനെ തുടർന്ന് വിമാനങ്ങൾ വൈകിയത് മൂലം ബുദ്ധിമുട്ടിയ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷ. സൗദിയിലെ വിമാന കമ്പനികൾ തങ്ങളുടെ യാത്രക്കാർക്ക് വിമാനം വൈകിയാൽ നഷ്ടപരിഹാരം നൽകുന്നതിന് നിയമപ്രകാരം പ്രതിജ്ഞാബദ്ധമാണെന്ന് വെളിപ്പെടുത്തി. 6 മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന വിമാനങ്ങളിലെ യാത്രക്കാർക്ക് 750 റിയാൽ വരെ നഷ്ടപരിഹാരവും ഭക്ഷണവും ഹോട്ടൽ താമസ സൗകര്യവും നൽകണമെന്നാണ് ചട്ടങ്ങളിൽ പറയുന്നത്. വിമാനം പുറപ്പെടാൻ 2 മണിക്കൂറിൽ കൂടുതൽ വൈകിയാൽ യാതൊരു തരത്തിലുള്ള ഫീസും കുറയ്ക്കാതെ യാത്രക്കാർക്ക് വിമാന കമ്പനിയുമായുള്ള ടിക്കറ്റ് കരാർ അവസാനിപ്പിക്കാനും ടിക്കറ്റ് മൂല്യത്തിന്റെ തുകയുടെ റീഫണ്ട് നേടാനും കഴിയും. വിമാനത്തിന്റെ കാലതാമസം 5 മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പക്ഷം വിമാനം പറക്കുന്നത് റദ്ദാക്കിയതായി കണക്കാക്കുകയും യാത്രക്കാരന് നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുമുണ്ടെന്നും ചട്ടം ഉറപ്പു നൽകുന്നു.
വിമാനം 6 മണിക്കൂറോ അതിലോ കൂടുതലോ വൈകിയാൽ വിമാന കമ്പനിയിൽ നിന്നും ഹോട്ടൽ താമസവും അവിടേക്ക് പോകുവാനും തിരികെ വിമാനത്താവളത്തിലേക്ക് മടങ്ങിവരാനുള്ള യാത്രാ സൗകര്യം ആവശ്യപ്പെടാനും യാത്രക്കാരന് അർഹതയുണ്ട്. വിമാനം റദ്ദാക്കിയാൽ ക്യാൻസലേഷൻ അറിയിപ്പ് യാത്രക്കാരന് നൽകുന്ന കാലയളവനുസരിച്ച് സാമ്പത്തിക നഷ്ടപരിഹാരം ടിക്കറ്റ് വിലയുടെ 150% വരെ വർദ്ധിക്കും. എന്നാൽ ആഗോള സാങ്കേതിക തകരാർ കാരണം വിമാന കമ്പനികൾ ഫ്ലൈറ്റ് റദ്ദാക്കിയതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. പൊതുജന സേവന നിലവാരം ഉയർത്താൻ ഷുവർ ഫോറം. ദുബായിൽ ജനങ്ങളുമായി മെച്ചപ്പെട്ട ആശയവിനിമയത്തിനും സേവന നിലവാരം ഉയർത്തുന്നതിനും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഷുവർ ഫോറം സംഘടിപ്പിച്ചു. GDRFA കസ്റ്റമർ കമ്മ്യൂണിറ്റി നെറ്റ്വർക്കിലെ അംഗങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ഫോറം സംഘടിപ്പിച്ചത്. ജനറൽ ഡയറക്ടറേറ്റ് വാഗ്ദാനം ചെയ്യുന്ന പ്രധാന സേവനങ്ങൾ പരിചയപ്പെടുത്താനും ജനങ്ങളിൽ നിന്ന് അഭിപ്രായം ശേഖരിക്കാനും ഫോറം അവസരമൊരുക്കി. ഉപയോക്താക്കളുമായുള്ള തുറന്ന ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള GDRFAയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഫോറം സംഘടിപ്പിച്ചതെന്നും ഉപഭോക്താക്കളുടെ അനുഭവങ്ങളും പ്രതീക്ഷകളും കൂടുതൽ മനസ്സിലാക്കാൻ പരിപാടി സഹായിക്കുമെന്നും GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർറി പറഞ്ഞു. ഉപഭോക്താക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ചകൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും കൈമാറുന്നതിനുമുള്ള പൊതു ഇടമായി മാറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനും പ്രശ്നങ്ങളിൽ നൂതന പരിഹാരങ്ങൾ നൽകുന്നതിനും സൗകര്യമൊരുക്കുകയും ചെയ്യും. ഗോൾഡൻ വിസ സേവനങ്ങൾ, ഹത്ത ലാൻഡ് പോർട്ട്, എമിറേറ്റുകൾക്കുള്ള സേവനങ്ങൾ, സ്മാർട്ട് ട്രാവൽ ഫോളോ അപ്പ്, ഇൻവെസ്റ്റിഗേഷൻ എന്നിവയുൾപ്പെടെ വിവിധ GDRFA സേവനങ്ങൾ ഫോറത്തിൽ പ്രദർശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച കൾച്ചറൽ ഫോറം. ദുബായിൽ ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം UAE ചാപ്റ്റർ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. ജേക്കബ് പത്തനാപുരം, പ്രദീപ് കോശി, ഹൈദർ തട്ടത്താഴത്ത്, ആരിഫ് ഒറവിൽ, പോൾ ജോർജ്, നാദിർ ഷാ അലി അക്ബർ, C സാദിഖ് അലി, ജാഫർ കണ്ണാട്ട്, ബിബിൻ ജേക്കബ്, MN ലത്തീഫ്, നാസർ നാലകത്ത്, ഫിറോസ് കാഞ്ഞങ്ങാട്, ജിതിൻ, സയാനി, ബാബുജി ജോർജ്, കുഞ്ഞുമോൻ ബഹാബുദ്ദീൻ, രതീഷ്, KP നിസാർ, ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഹ്രസ്വചിത്ര പ്രദർശനവും പെയിന്റിംഗ് എക്സിബിഷനും. ഷാർജയിൽ മട തൃശൂർ UAE കൂട്ടായ്മ ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനവും കുട്ടികൾക്കായി പെയിന്റിംഗ് എക്സിബിഷനും നടത്തി. ഷാജി N പുഷ്പാങ്കദൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ജസ്റ്റ് എ വിസിറ്റ്, 3 ക്രയോൺസ് എന്നീ ഹ്രസ്വചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ട്രാഫിക് സിഗ്നലിലെ 3 നിറങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള പെയിന്റിംഗ് എക്സിബിഷനാണ് കുട്ടികൾക്കായി ഒരുക്കിയത്. ഷാജി N പുഷ്പാങ്കദന് പ്രസിഡന്റ് അനൂപ് അനിൽ ദേവനും ട്രഷറർ സജിത്തും ചേർന്ന ഉപഹാരം സമ്മാനിച്ചു. നടൻ ഷിജു, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി P ശ്രീപ്രകാശ്, യൂസഫ് സഗീർ, മാത്തുക്കുട്ടി കഡോൺ, ശശീന്ദ്രൻ, അബ്ദുൽ നിസാം, രാഹുൽ മുരളി, അനിൽ അരങ്ങത്ത്, ഷഹീർ, JK ഗുരുവായൂർ, മനീഷ്, ശ്യാംലാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. തിരുജയന്തി ഉത്സവം ബ്രോഷർ പുറത്തിറക്കി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാര സഭ UAE ഘടകത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തിരുജയന്തി ഉത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ഓഗസ്റ്റ് 25-ന് അജ്മാൻ റിയൽ വാട്ടർ ഓഡിറ്റോറിയത്തിലാണ് ഗുരുജയന്തിയും ഓണാഘോഷവും സമന്വയിപ്പിച്ച തിരുജയന്തി ഉത്സവം നടത്തുന്നത്. SFC ഗ്രൂപ്പ് ചെയർമാൻ K മുരളീധരൻ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. സഭയുടെ മുഖ്യ രക്ഷാധികാരിയും ശിവഗിരി മഠം ഉപദേശക സമിതി അംഗവുമായ ഡോക്ടർ K സുധാകരൻ, സഭയുടെ ചീഫ് കോർഡിനേറ്റർ KP രാമകൃഷ്ണൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ സ്വപ്ന ഷാജി, ട്രഷറർ സുഭാഷ് ചന്ദ്ര, മാതൃസഭയുടെ പ്രസിഡന്റ് ആനന്ദം ഗോപിനാഥൻ, സെക്രട്ടറി നിധി ദിലീപ്, ട്രഷറർ ഉഷാറാണി സുനിൽ, ആഘോഷ കമ്മിറ്റി കൺവീനർമാരായ സുരേന്ദ്രൻ, വൈക്കം ഷാജി, ബിനു അനന്തകൃഷ്ണൻ, അരുന്ധതി മധു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അജ്മാൻ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.